ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSC സ്വാഗതം. ഇന്ന് നടന്ന ഓഫീസ് അറ്റൻഡൻറ്റ് എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റുന്നത് തന്നെ. താഴെ പറയുന്നതിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ടാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തതേത്? ഒന്നിൻ്റെ ആൻസർ സി ആണ്. 2, 4 എന്നിവ. ഓക്കെ, അതായത് അഭിനവ കേരളം, ആത്മവിദ്യാകാഹളം പെടാത്തതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അഭിനവ കേരളം, ആത്മവിദ്യാകാഹളം, വേദാധികാര നിരൂപണം, അരുൾനൂൽ. ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് ക്വസ്റ്റ്യൻ കോഡ് A ആണ്. ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുളച്ചിൽ യുദ്ധം. ക്യാപ്റ്റൻ ഡിലനോയ് കുളച്ചിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? ജോസഫ് നോയൽ പേറ്റൻ. ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ജോസഫ് നോയൽ പേറ്റൻ. താഴെ പറയുന്ന ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ: ആനി ബസന്റ്, എസ് സുബ്രഹ്മണ്യ അയ്യർ, ലോകമാന്യ തിലക്. ഓപ്ഷൻ ബി. ഫ്രാൻസിലെ ജേക്കോബിൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി: ടിപ്പു സുൽത്താൻ. ഫ്രാൻസിലെ ജേക്കോബിൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി ടിപ്പു സുൽത്താൻ. 2024 ഐക്യരാഷ്ട്രസഭ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ഒട്ടക വർഷം. 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഭൂമി സൂര്യനോട് അടുത്തു വരുന്ന സൂര്യ സമീപന ദിനം എന്നാണ്? ജനുവരി 3. സൂര്യ സമീപന ദിനം ജനുവരി 3. നമ്മുടെ രാജ്യത്തിൻ്റെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? 8ൻ്റെ ആൻസർ സി, ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. സഹ്യാദ്രിയിലെ മഹാബലേശ്വറിന് അടുത്തു നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത്? 9ൻ്റെ ആൻസർ കൃഷ്ണ. സഹ്യാദ്രിയിലെ മഹാബലേശ്വരി അടുത്തു നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ. താഴെ പറയുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? ഭൗമ താപോർജ്ജം. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയ ജലപാത? നാഷണൽ വാട്ടർവേ നമ്പർ 3. ഓപ്ഷൻ സി. കൊല്ലം കോട്ടപ്പുറം നാഷണൽ വാട്ടർവേ നമ്പർ 3. വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം ഏത്? അനുവാദിനി. ഓപ്ഷൻ ബി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? എ ആണ് ആൻസർ വരുന്നത്. ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യ വിഭവശേഷി വികസനം ആയിരുന്നു ലക്ഷ്യം. അതാണ് ബന്ധമില്ലാത്തത്. 2, മനുഷ്യ വിഭവശേഷി വികസനം ആയിരുന്നു ലക്ഷ്യം. അതാണ് തെറ്റായിട്ടുള്ളത്. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്? 14ൻ്റെ ആൻസർ 2015 ജനുവരി 1 നിലവിൽ വന്ന സംവിധാനമാണിത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നീതി ആയോഗ്. ഭാരത സർക്കാരിൻ്റെ ഒരു വിദഗ്ധോപദേശ സമിതിയാണ്. പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ വൈസ് ചെയർമാൻ. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയവിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് ഇതിൻ്റെ ചുമതല. ഇന്ത്യയിലെ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. താഴെ പറയുന്നതിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തതേത്? വാണിജ്യ ബാങ്കുകൾ. ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനം അല്ലാത്തതാണ് വാണിജ്യ ബാങ്കുകൾ. താഴെ പറയുന്നതിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിൻ്റെ വക്താവ് MS സ്വാമിനാഥനായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ് സാധ്യമാക്കിയിരുന്നത്. 1, 2, 3. ഓപ്ഷൻ സി. പാലിൻ്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപ്പാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? 1ാം സ്ഥാനം. ഓപ്ഷൻ എ. 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത്? 19ൻ്റെ ആൻസർ സി, അരവിന്ദ് പനഗരിയ. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ
സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ജനസംഖ്യാനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ അനുവദിച്ചിരുന്നു. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1, 3, 4 മാത്രം. താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളെ കോളം എ ഭരണഘടനയിലെ 7ാം പട്ടികയിലെ ലിസ്റ്റുകൾ, അവശിഷ്ടാധികാരങ്ങൾ കോളം ബി എന്നിവയുമായി യോജിപ്പിച്ചതിൽ ശരിയായവ കണ്ടെത്തുക. 1, 2 മാത്രമേ ശരിയായിട്ടുള്ളൂ. ഓപ്ഷൻ ബി. തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റ്, ഭൂമി സംസ്ഥാന ലിസ്റ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 2 മാത്രം. ഇന്ത്യൻ ഭരണഘടനയുടെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെറ്റായത് ഏത്? തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 3ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. അനുച്ഛേദം 243C പഞ്ചായത്തുകളിലെ സീറ്റ് സംവരണം സംബന്ധിച്ച് പ്രസ്താവിക്കുന്നു. 73ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ 50% സ്ത്രീ സംവരണം നടപ്പിലാക്കി. 3ഉം 4ഉം തെറ്റാണ്. തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സി. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത്? 23യുടെ ആൻസർ ബി ആണ്. 2ഉം 3ഉം മാത്രമാണ് തെറ്റായിട്ടുള്ളത്. പാർലമെൻറ്റിൽ ഇരുസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. പാർലമെൻറ്റിലെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് രാജ്യസഭയുടെ അധ്യക്ഷനായ ഉപരാഷ്ട്രപതിയാണ്. കേന്ദ്രമന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരവും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 91ാം ഭരണഘടനാ ഭേദഗതി മന്ത്രിമാരുടെ എണ്ണം ലോകസഭയുടെ ആകെ അംഗസംഖ്യയുടെ 20% കവിയരുതെന്ന് വ്യവസ്ഥ ചെയ്തു. മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെന്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരമായിരിക്കും. 1, 3, 4 മാത്രം. 24ൻ്റെ ആൻസർ 24ൻ്റെ ആൻസർ 1, 2, 4 ആണ്. 1, 3 തെറ്റാണ്. 1, 2, 4 ആണ്. അനുച്ഛേദം 75(3) പ്രകാരം മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെന്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരമായിരിക്കും. ഇതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. തെറ്റാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഒന്നും 3ഉം ആണ് തെറ്റായിട്ടുള്ളത്. തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം 75 നിന്ന് 80 വർദ്ധിപ്പിച്ചു. അത് തെറ്റാണ്. 3ഉം തെറ്റാണ്. KYC എന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ്. അത് രണ്ടും തെറ്റാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 25ൻ്റെ ആൻസർ എ. 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത പ്രസ്താവനകൾ ഏത്? 26ാമത്തെ ആൻസർ 2ഉം 3ഉം മാത്രമാണ്. ദേശീയ തലസ്ഥാനമായ ഡൽഹി കൂടാതെ കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭകളിലെ 1/3 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്തു. 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്തത് തെറ്റായിട്ടുള്ളത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ദേശീയ തലസ്ഥാനമായ ഡൽഹി കൂടാതെ കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭകളിലും 1/3 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യുന്നു. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്ത സീറ്റുകൾക്ക് ഇത് ബാധകമല്ല. 2ഉം 3ഉം ആണ് വരുന്നത്. ഓപ്ഷൻ ഡി. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. താഴെ പറയുന്ന ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്? 27ൻ്റെ ആൻസർ എ ആണ്. അനുച്ഛേദം 243K. കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? 28 റവന്യൂ വകുപ്പ് മന്ത്രി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്?
എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി കേരളത്തിൽ രൂപപ്പെട്ട സർവീസാണിത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് നിലവിൽ വന്നത് 2018 ജനുവരി 1 തീയതിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കേരളത്തിൽ നിന്നുള്ള റാംസാർ സൈറ്റുകൾ ഉൾപ്പെടാത്തതേത്? എല്ലാം ഉൾപ്പെടുന്നത് തന്നെയാണ്, ഇവയൊന്നുമല്ല. സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി ഒന്നാം EMS സർക്കാരിൻ്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. താഴെ പറയുന്നതിൽ ആരായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ? എ ആണ് ആൻസർ വരുന്നത്. സി അച്യുതമേനോൻ. സംസ്ഥാന സർക്കാരിൻ്റെ മിഠായി പദ്ധതി താഴെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുട്ടികളിലെ പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി. 32 ആൻസർ ഡി. ഏറെ പതിറ്റാണ്ടുകളായി പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന OR കേളു കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലമേറ്റു. താഴെ പറഞ്ഞ ഏത് നിയോജക മണ്ഡലത്തിലേക്കാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്തത്? മാനന്തവാടി. 33 ആൻസർ എ. താഴെ കൊടുത്തിരിക്കുന്ന ഏത് രാജ്യമാണ് ടസർ സിൽക്കിൻ്റെ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്? 34 ആൻസർ ഇന്ത്യ. സി. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയാണ്. കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏത്? 35 ആൻസർ എ. ദൃഷ്ടിപടലം. ജമുനാപാരി, സൂർത്തി, മലബാറി എന്നിവ ഏത് വളർത്തുമൃഗത്തിൻ്റെ വിവിധ ഇനങ്ങളാണ്? 36 ആൻസർ ആടിൻ്റെ വിവിധ ഇനങ്ങളാണ് ജമുനാപാരി, സൂർത്തി, മലബാറി. കുരങ്ങ് പനി എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു? 37 ആൻസർ വൈറസ്. കുരങ്ങ് പനിക്ക് കാരണമാകുന്നത് വൈറസ്. WWFൻ്റെ ആസ്ഥാനം എവിടെ? 38 ആൻസർ എന്താണ്? സ്വിറ്റ്സർലൻഡ്. WWFൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡ്. എന്താണ് ശരണ്യ പദ്ധതി? 39 ആൻസർ എ. സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. വിറ്റാമിൻ B1ൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം സൗദി അറേബ്യ. ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് പുറത്തു പോകുവാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പലായന പ്രവേഗം. പലായന പ്രവേഗത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത്? ശരിയായിട്ടുള്ളത് 2 മാത്രമേ ഉള്ളൂ. ഒരു വസ്തുവിൻ്റെ പലായന പ്രവേഗം അതിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. അതാണ് ശരിയായിട്ടുള്ളത്. 42 സി. ഒരു ഉപകരണത്തിൻ്റെ പവർ 690 വാട്ടാണ്. അതിന് 230 വോൾട്ടേജ് നൽകിയാൽ അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി എത്രയായിരിക്കും? 43 3 ആംപിയർ. ഓപ്ഷൻ ബി. കാർ കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാർ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് ഏത് നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? പാസ്കൽ നിയമം. ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ഇലക്ട്രോൺ ഡൈനമിക്സ്. വിക്രം എസ് എന്ന റോക്കറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ് വിക്രം എസ്. ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള സ്കൈ റൂട്ട് എയർസ്പേസ് എന്ന സ്റ്റാർട്ടപ്പാണ് റോക്കറ്റ് വികസിപ്പിച്ചത്. അത് ശരിയാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. അപ്പോൾ 1, 2, 4 ശരിയാണ്. ഓപ്ഷൻ ബി. ചേരുംപടി ചേർക്കുക. ബോയിൽ നിയമം. P is directly proportional to 1/v. എന്നും ടിയും സ്ഥിരമായിരിക്കും. ഡാൾട്ടൻ്റെ നിയമം. P total equal to P1 plus P2 plus P3 plus etc. up to Pn. അവഗാഡ്രോ നമ്പർ. V is directly proportional to n. ചാൾസ് നിയമം. V is directly proportional to T. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഒന്നും കൂടെ പറയാം. ബോയിൽ നിയമം. P is directly proportional to 1/v. 4. ഡാൾട്ടൻ്റെ നിയമം. P total equal to P1 plus P2 plus P3 etc. up to Pn. ടിയും ബിയും സ്ഥിരമായിരിക്കും. അവഗാഡ്രോ നിയമം. V is directly proportional to n. ടിയും പിയും സ്ഥിരമായിരിക്കും. 5 ചാൾസ് നിയമം. V is directly proportional to T. എന്നും പിയും സ്ഥിരമായിരിക്കും. 2 കേട്ടോ. താഴെ തന്നിരിക്കുന്ന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ശരിയല്ലാത്തവ ഏത്? സി ആണ്. 1, 4 തെറ്റാണേ. ശരിയല്ലാത്തത് 1, 4 ആണേ. തെറ്റായിട്ടുള്ളതാണ് 1, 4. സാന്ദ്രീകരിച്ച ലോഹ അയിരിനെ വായുവിൻ്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ്
49 റോസ്റ്റിംഗ്. ഒഗനസോൺ എന്നത് ഒരു കൃത്രിമ മൂലകമാണ്. 2023 രസതന്ത്ര നോബൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വാണ്ടം ഡോട്ട്സ്. മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരെ ലഭിച്ച കാലമനുസരിച്ച് ക്രമപ്പെടുത്തുക. ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, എം ടി വാസുദേവൻ നായർ. യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം ചവിട്ട് നാടകം. കഥകളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ബി ആണ്. 2ഉം 4ഉം ആണ് വരുന്നത്. ദൃശ്യകലയാണ്. പച്ച, കരി, കത്തി, താടി, മിനുക്ക് എന്നീ വിവിധ വേഷവിധാനങ്ങളുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം എവിടെയാണ്? തലശ്ശേരി. താഴെ പറയുന്ന സാഹിത്യകാരന്മാരുടെ തൂലികാനാമങ്ങൾ ശരിയായതെടുക്കുക. ആശാ മേനോൻ, കെ ശ്രീകുമാർ, ഒളപ്പമണ്ണ, സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ആൻസർ 1, 3 ആണ് ശരി. എ. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? കോഴിക്കോട്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ഇഗ സ്വിയാടെക്. ഓപ്ഷൻ സി. വെബ് പേജ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണമാണ് HTML. താഴെ പറഞ്ഞ പ്രസ്താവനകൾ പരിഗണിക്കുക. 16th ആൻസർ എല്ലാം ശരിയാണെന്നാണ്. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബ്ബും സ്വിച്ചും ഉപയോഗിക്കുന്നു. ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറിലേക്കും കൈമാറുന്നു. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം നൽകുകയുള്ളൂ. എല്ലാം ശരിയാണ്. 61ന്റെ ആൻസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ്. 3 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ്. ബ്രൗസർ ഫയർഫോക്സ്. ഇൻപുട്ട് ഡിവൈസ് ജോയ്സ്റ്റിക്ക്. ഔട്ട്പുട്ട് ഡിവൈസ് പ്രോട്ടർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 61ന്റെ ആൻസർ ഡി ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ്, മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ബ്രൗസർ ഫയർഫോക്സ്, ഇൻപുട്ട് ഡിവൈസ് ജോയ്സ്റ്റിക്ക്, ഔട്ട്പുട്ട് ഡിവൈസ് പ്ലോട്ടർ. ഓപ്ഷൻ ഡി. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് സേവനം. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏത്? ഐരാവത്. 2000 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് മുഖ്യമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന സമിതിയുടെ ശുപാർശയിൽ സംസ്ഥാന ഗവർണർ. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെ പരിപാലനവും ക്ഷേമവും നിയമം 2007 പ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനാണെങ്കിൽ മുതിർന്ന പൗരനാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ആർക്ക് പരാതിക്കാരനാകാം? 2 എ ആൻഡ് ബി. ഒരു ഉപഭോക്താവോ അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷനോ കേന്ദ്ര ഗവൺമെൻറ്റോ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റോ 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്ന പദം നിർവചിച്ചിരിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. ഓപ്ഷൻ ബി. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഗാർഹിക പീഡനത്തിൻ്റെ നിർവചനത്തിൽ ഇവ ഉൾപ്പെടുന്നു. ഏതാണ്? 2 എ ആൻഡ് ബി. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ശാരീരികമോ വാക്കാലുള്ളതോ ആയ സാമ്പത്തികമായവ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി 103. ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഉത്തര കൊറിയ. വിട്ടുപോയ സംഖ്യ ഏത്? 71ൻ്റെ ആൻസർ 2, 9, 28. പിന്നെ വരുന്ന ഏതാ? 71ൻ്റെ ആൻസർ എ ആണ്, 65. മാത്സിൻ്റെ ആൻസർ കീ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാണുന്നുള്ളവർ ചാനൽ നോക്കിയാൽ മതിയാവും. പിന്നീട് ടെലിഗ്രാമിനകത്ത് തന്നെ ഇതിൻ്റെ PDF-ഉം ആൻസർ കീയും മാർക്ക് ചെയ്ത ആൻസർ കീ എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വേണമെന്നുള്ളവർ അതിൽ കയറി നോക്കിയാൽ കിട്ടുന്നതായിരിക്കും. ടെലിഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യാത്തവരൊന്ന് ജോയിൻ ചെയ്തേക്കണേ. ചാനലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. 72ൻ്റെ ആൻസർ
ബി ആണ് വരുന്നത്. 3.25 എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. 73 തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 68 ആയ സംഖ്യകൾ ഏത്? 73 എ ആണ് വരുന്നത്. 16ഉം 18ഉം. 24 പേരുള്ള ടീമിലെ ശരാശരി തൂക്കം 50 കിലോഗ്രാം ആണ്. 40 കിലോഗ്രാം തൂക്കമുള്ള ഒരു അംഗം പോയി പകരം മറ്റൊരംഗം വന്നപ്പോൾ ശരാശരി തൂക്കം 1/2 കിലോഗ്രാം കൂടി. പുതുതായി വന്ന ആളുടെ തൂക്കം എത്ര? 74ൻ്റെ ആൻസർ ഡി ആണ്, 52. ഒരു ജോലി 6 ദിവസം കൊണ്ട് പി എന്നയാൾ ചെയ്തു തീർക്കുന്നു. അതേ ജോലി ക്യൂ എന്നയാൾ 18 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നുവെങ്കിൽ രണ്ടുപേരും ചേർന്ന് ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം? 75ൻ്റെ ആൻസർ സി ആണ്. ഒരാൾ ഒരിടത്തേക്ക് സൈക്കിളിൽ പോകാനും തിരിച്ച് നടന്നു പോകാനും 10 മണിക്കൂർ എടുത്തു. 2 യാത്രയും സൈക്കിളിലായിരുന്നു എങ്കിൽ 4 മണിക്കൂർ ലാഭിക്കാമായിരുന്നു. എങ്കിൽ 2 യാത്രയും നടന്നു പോകാൻ എടുത്ത് എത്ര സമയമെടുക്കും? 76ൻ്റെ ആൻസർ 14 മണിക്കൂർ, ബി. എത്ര കാലം കൊണ്ട് 2400 രൂപ 5% പലിശ നിരക്ക് കൂട്ടുപലിശ നിരക്കിൽ 2646 രൂപയാകും? 77ൻ്റെ ആൻസർ എ, 2 വർഷം കൊണ്ട്. അടുത്ത 78 സ്ക്വയർ റൂട്ട് ഓഫ് 30 2/5 + 23 3/10 + ഡാഷ് = 2 √2 ദ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ സ്ഥാനത്തെ വില, ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്തെ വില ഏത്? 78ൻ്റെ ആൻസർ എ ആണ്. 31% ഓഫ് 210 + 49% ഓഫ് 320 - 41% ഓഫ് 120. അതിൻ്റെ ആൻസർ എത്ര? 79ൻ്റെ ആൻസർ ബി ആണ്, 172.7. ഒരേ വലിപ്പമുള്ള 3 പാത്രങ്ങളിലായി പാലും വെള്ളവും ചേർന്ന് മിശ്രിതം നിറയ്ക്കുന്നു. ഓരോന്നിനും പാലും വെള്ളവും തമ്മിലുള്ള റേഷ്യോ 3:2, 2:1, 7:3. ഇവ മൂന്നും ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ചാൽ ആ മിശ്രിതത്തിൻ്റെ പാലിൻ്റെയും വെള്ളത്തിൻ്റെയും റേഷ്യോ എന്തായിരിക്കും? 18ൻ്റെ ആൻസർ സി ആണ്, 59:31 ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്? സ്യൂഡോണിം. 81ൻ്റെ ആൻസർ 81ൻ്റെ ആൻസർ ബി ആണ്. യൂസ് ദ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. യെസ്റ്റർഡേ ഐ ബോട്ട് ഡാഷ് യെല്ലോ ഷർട്ട്. 82ൻ്റെ ആൻസർ എ ആണ്, എ. ഫൈൻഡ് ഔട്ട് വൺ വേർഡ് ഫോർ എമർജൻസി പ്രൊസീജിയർ ടു റിവൈവ് സമ്മൺ ടു കോൺഷ്യസ്നെസ്. 83ൻ്റെ ആൻസർ ഡി ആണ്. ദ ഓഫീസർ മാനേജ് ടു റിമൈൻ കാം ഡാഷ് ദ ചാവോട്ടിക് ഇൻ സിറ്റുവേഷൻ. ഏതാ വരുന്നത്? 84ൻ്റെ ആൻസർ സി ആണ്, ഡെസ്പൈറ്റ് ആണ്. ത്രൂ ഔട്ടും വരാറും ചാൻസ് ഉണ്ട്, അപ്പോൾ ചിലപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യുമായിരിക്കും. റിപ്പോർട്ട് ദ ഫോളോയിങ് സെൻറ്റൻസ്. സെലിൻ സെഡ് ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് കോഫി എവറി മോർണിംഗ്. 85ൻ്റെ ആൻസർ ഡി ആണ്. സെലിൻ സെഡ് ദാറ്റ് ഷീ ഡ്രിങ്ക്സ് എ കപ്പ് ഓഫ് കോഫി എവറി മോർണിംഗ്. ഓപ്ഷൻ ഡി. 85ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. Identify the underlined words with the correct parts of speech. We had an expensive and delicious dinner at Italian restaurant. 86ൻ്റെ ആൻസർ എ, adjective. Choose the correct question tag. None of the family members have come to the party. ഏതാ വരുന്നത്? have they. 87ൻ്റെ ആൻസർ സി ആണ്. Complete the following sentence using a suitable phrasal verb meaning postpone. 88ൻ്റെ ആൻസർ ഡി ആണ്, stand over. She refused to be led by the nose. 89th, to be submissive. Which of the following words is opposite to the word petrified? Petrified opposite എന്താണ്? 19th, സി, brave. ശരിയായ പദം കണ്ടെത്തുക. 91, സി, അതിഥി. നീചം വിപരീത പദം എന്താണ്? ഉച്ചം. ഓപ്ഷൻ എ. കാലത്തിന് യോജിച്ചത് 93, കാലോചിതം. രക്തം പര്യായ പദം ഏത്? രുധിരം. എള്ള് കീറുക ശൈലിയുടെ അർത്ഥം എഴുതുക. എന്തുവാ? എള്ള് കീറുക, കർശനമായി പെരുമാറുക. സിംഹി പുല്ലിംഗപദം സിംഹം. എ. പ്രൊബേഷൻ ശരിയായ മലയാള പരിഭാഷ ഏത്? നിരീക്ഷണഘട്ടം. വരികടോ പിരിച്ചെഴുതുന്നത് എങ്ങനെയാ? വരിക പ്ലസ് എടോ. പൂജക ബഹുവചനം ഏത്? വൈദ്യർ. വിൻ പ്ലസ് തലം വിണ്ടലം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ മാർക്ക് ചെയ്ത PDF ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തേക്കാം. ആവശ്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.